ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. അഭിവന്ദിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് നാരായണീയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് നാരായണീയം 4-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ബ്രഹ്മചര്യ ദൃഢതാദിഭിർയമൈഃ ആപ്ലവാദിനിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാഃ. സന്ധിവിച്ഛേദം. ബ്രഹ്മചര്യ ദൃഢതാദിഭിഃ യമൈഃ ആപ്ലവാദിനിയമൈഃ ച പാവിതാഃ കുർമഹേ ദൃഢം അമി സുഖാസനം പങ്കജാദ്യം അഭി വാ ഭവത്പരാഃ. പദച്ഛേദം. ബ്രഹ്മചര്യ ദൃഢതാ ആദിഭിഃ ആപ്ലവ ആദി നിയമൈഃ സുഖ ആസനം പങ്കജ ആദ്യം ഭവത് പരാഃ. അർത്ഥം നോക്കാം. അമീ വയം ഈ ഞങ്ങൾ ബ്രഹ്മചര്യ ദൃഢതാദിഭിഃ യമൈഃ ഉറച്ച ബ്രഹ്മചര്യം മുതലായ യമങ്ങളാലും ആപ്ലവാദി നിയമൈഃ ച സ്നാനം മുതലായ നിയമങ്ങളാലും പാവിതാഹ പരിശുദ്ധരായി തീർന്നിട്ട് ഭവത്പരാഹ ഭഗവാനെ ആശ്രയിച്ചവരായി പങ്കജാദ്യം അപീവ പത്മാസനം തുടങ്ങിയ ഏതെങ്കിലും ഒരു ദൃഢം സുഖാസനം സ്ഥിരവും സുഖവുമായ ആസനത്തെ കുർമഹേ ചെയ്തു കൊള്ളാം. ആദ്യത്തെ ശ്ലോകത്തില് അഷ്ടാംഗ യോഗത്തെ കുറിച്ച് പറഞ്ഞു, അഷ്ടാംഗങ്ങളെ കുറിച്ച് പറഞ്ഞു. അതില് യമം, നിയമം, ആസനം ഈ 3 അംഗങ്ങളെ ഈ ശ്ലോകത്തിൽ ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഞങ്ങൾ ബ്രഹ്മചര്യ ദൃഢത ആദിഭിഃ യമൈഃ പറഞ്ഞുവല്ലോ. യമം എന്നാൽ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം ഇങ്ങനെയുള്ള 5 ഘടകങ്ങൾ ചേർന്നതാണ്. അപ്പോ അതില് ബ്രഹ്മചര്യത്തെ മാത്രം പറഞ്ഞു, ബാക്കി നാം എടുത്തുകൊള്ളണം. അപ്പോ അഹിംസ എന്താണ്? അഹിംസ മനസാ വാചാ കർമ്മണ ആരെയും ദ്രോഹിക്കാതിരിക്കുന്നത്. മനസ്സും വാക്കും കർമ്മവും ഒരുപോലെ ശുദ്ധമായിരിക്കുന്ന അവസ്ഥ. സത്യം വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഇതേപോലെ സത്യത്തെ മാത്രം കൊണ്ടുവരല്. മനസ്സിലൊന്ന്, വാക്കിലൊന്ന്, കർമ്മത്തിൽ വേറൊന്ന് പാടില്ല. ഒരേപോലെ സത്യവാക്കായിരിക്കുന്നത്, സത്യത്തിൽ പ്രവർത്തിക്കുന്നത്. അസ്തേയം ഇവിടെ കാണുന്നതെല്ലാം ഭഗവാന്റേതാണ്, നമ്മുടേതൊന്നുമില്ല. പക്ഷേ അത് ഭഗവാനിൽ അർപ്പിച്ച് നമുക്ക് കളവില്ലാതെ നമുക്ക് കിട്ടിയിരിക്കുന്നത് നാം അനുഭവിക്കുന്നത്. അസ്തേയം യല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദേ ചിത്തം. എല്ലാം ഉപേക്ഷിക്കലല്ല, എന്താണോ നമ്മുടെ കർമ്മത്തിന്റെ പുണ്യം കൊണ്ട് നമുക്ക് വന്നിരിക്കുന്നത് അതിനെ ഭഗവത് അർപ്പണമായിട്ട് സ്വീകരിക്കുന്നത്. ഇത് നമുക്ക് ഏതിലും കാണുവാൻ സാധിക്കും. തുടക്കത്തിൽ തന്നെ ഇത് നമ്മെ സൂചിപ്പിച്ച് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് അർഹതയുള്ളത് മാത്രം സ്വീകരിക്കല്, അതാണ് അസ്തേയം. ബ്രഹ്മചര്യം ഇതേപോലെ തന്നെ മനസ്സ വാച കർമ്മണ ചാരിത്ര്യ ശുദ്ധി ശീലിക്കുന്നത്, പാലിക്കുന്നത്, ബ്രഹ്മത്തിൽ ചരിക്കുന്നത്. അപ്പൊ ബഹിർമുഖമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ നാം അന്തർമുഖമാക്കി അതിനെ നിയന്ത്രിച്ച് വിഷയങ്ങളെ അനുഭവിക്കുന്നത്. അപരിഗ്രഹം എല്ലാം എൻ്റെ എന്ന ലോഭബുദ്ധി ഇല്ലാതെ തൻ്റെതാക്കി വെക്കാതെ വിഷയങ്ങളെ നിയന്ത്രിച്ച് വിഷയങ്ങളെ ആ മനസ്സിലേക്ക്, അതായത് ഇന്ദ്രിയ നിഗ്രഹത്തോടുകൂടി വിഷയങ്ങളെ അനുഭവിക്കല്. അപ്പൊ അതായപ്പോ എന്തായി? യമമായി. ഇനി ആപ്ലവാദി നിയമൈഃ ശൗച സന്തോഷ തപ സ്വാധ്യായ ഈശ്വര പ്രണിധാനാനി നിയമഃ എന്നാണ്. അപ്പൊ അതിലാദ്യം ശൗചം, ആന്തരികവും ബാഹ്യവുമായ ശൗചം, ശുചിത്വം. ബാഹ്യമായിട്ട് സ്നാനം, അതാണ് ആപ്ലവാദി നിയമൈഹി പറഞ്ഞത്. ആപ്ലവം സ്നാനം,
അപ്പോൾ അത് ബാഹ്യമായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ ആന്തരിക ശുദ്ധി മനസ്സിന് രാഗദ്വേഷ മാലിന്യങ്ങളില്ലാതെ കാമക്രോധാദികളെ ജയിച്ച് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ മനസ്സിന്റെയും അതേപോലെ ശരീരത്തിന്റെയും ശുചിത്വം. സന്തോഷം, യദൃച്ഛാലാഭ സന്തുഷ്ട, എന്താണോ നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത് അതിൽ സന്തോഷം സ്വീകരിക്കും, സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന അവസ്ഥ. സന്തോഷം ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ട്? തപസ്, മനസ്സ് ഈശ്വരോന്മുഖമാക്കി ഏകാഗ്രമായിട്ട് എന്ത് ചെയ്യുന്നു അത് തപസ് തന്നെയാണ്. മനസ്സിന്റെ ഏകാഗ്രതയാണ് തപസ് എന്ന് പറയുന്നത്. സ്വാധ്യായം, നാം ഇതേപോലെയുള്ള ഗ്രന്ഥങ്ങള് അർത്ഥമറിഞ്ഞു പഠിക്കുന്നത്, നമ്മെ തന്നെ അറിയുവാൻ ശ്രമിക്കുന്നത് സ്വാധ്യായത്തിലൂടെ. ഈ തത്വങ്ങളെ പഠിക്കല്, മനനം ചെയ്യല്, ജപിക്കല്, അതെല്ലാം സ്വാധ്യായം. ഈശ്വര പ്രണിധാനം, ഈ പറഞ്ഞതെല്ലാം പ്രണിധാനം, ഈശ്വര പ്രണിധാനം, അതായത് ഈ പറഞ്ഞതെല്ലാം ഈശ്വരാർപ്പണമാക്കി ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് അനുഭവിക്കൽ, അതാണ് ഈശ്വര പ്രണിധാനാനി നിയമാഹ എന്ന് പറഞ്ഞു നിർത്തുന്നു. അതില് ഇതിന്റെ തന്നെ അംഗങ്ങളും ഉപ അംഗങ്ങളും ഉണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. അതേപോലെയാണ് പിന്നീട് ആസനത്തെ പറയുന്നു. ആസനം അഷ്ടാംഗയോഗത്തിലെ മൂന്നാമത്തെ അംഗമാണ് ആസനം. അതാണ് ഇവിടെ ഈ പറഞ്ഞ യമങ്ങളാലും നിയമങ്ങളാലും പരിശുദ്ധരായി തീർന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് യമവും നിയമവും അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ആന്തരികമായ ഒരു ശുദ്ധി ഉണ്ടായി വരണം. നമ്മുടെ ഹൃദയശുദ്ധി, അന്ധക്കരണ പരിശുദ്ധി. ശുദ്ധമായ അന്ധക്കരണത്തിലാണ് വിദ്യ പ്രകാശിക്കുക, തത്വം പ്രകാശിക്കുക. എപ്രകാരം ജലത്തിൽ നാം സൂര്യപ്രതിബിംബം കാണുന്നു, അത് ഇളകിക്കൊണ്ടിരുന്നാൽ കാണുവാൻ സാധിക്കില്ല. അതേപോലെ നമ്മുടെ ഹൃദയവും അടങ്ങുമ്പോൾ, മനസ്സടങ്ങുമ്പോഴാണ് നമുക്ക് ഈ തത്വോപദേശം നമ്മിൽ ഫലിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ശുദ്ധരായി തീർന്നിട്ട് മനസ്സടക്കം ഉണ്ടായിട്ട് ഭവത്പരാഹ, ഭഗവാനെ ആശ്രയിച്ചവരായിട്ട് പങ്കജാദ്യം അഭിവാ ദൃഢം സുഖാസനം എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും പത്മാസനം തുടങ്ങിയ, അപ്പോ എന്താ പറയുക ആസനത്തിന്? സ്ഥിരം സുഖമാസനം എന്നാണ് പറയാം. സ്ഥിരമായിട്ട് നമുക്ക് സുഖമായിട്ട് ഇരിക്കുവാൻ സാധിക്കുന്ന ഒരു ആസനത്തെ സ്വീകരിക്കുക. അതിൽ തന്നെ യോഗാസനങ്ങൾ പലതുണ്ട്. പത്മാസനം, വീരാസനം, സ്വസ്തികാസനം, അങ്ങനെ ഒരുപാടുണ്ട്. അതൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ മനസ്സിനെ അടക്കിക്കൊണ്ട് സ്ഥിരമായിട്ടും സുഖമായിട്ടും കുറച്ചു സമയം ഇരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ഇരുന്നു കൊണ്ട്, അതാണ് ഇവിടെ പറയുന്നത് പത്മാസനത്തെയാണ്. പങ്കജാദ്യം, അങ്ങനെയുള്ള ആ ആസനത്തെ ചെയ്തു ശീലിച്ചു കൊള്ളാം. എന്തിനാ ശീലിക്കുന്നത്? മനസ്സിനെ നിയന്ത്രിക്കുവാനാണ്. മനോനിയന്ത്രണമാണ് നേടേണ്ടത്. മനസ്സടങ്ങണം. മനസ്സടങ്ങിയാൽ മാത്രമേ ഭഗവാനെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു കൊള്ളാം എന്നാണ്. അപ്പോൾ ആസനത്തിൽ ഇരിക്കാനുള്ള അഭ്യാസം വരെ എത്തുവാൻ എനിക്ക് ആരോഗ്യമുള്ള ശരീരം കൂടിയേ തീരൂ ഭഗവാനെ. ശരീരം മാത്രമല്ല, എൻ്റെ മനസ്സും ശക്തമാകണം. മനസ്സ് ദുർബലമായാൽ ശരീരവും ദുർബലമാകുമെന്നാണ്. ആധി കൊണ്ട് വ്യാധി ഉണ്ടായി വരും. അപ്പൊ അത് രണ്ടും ഉണ്ടാവാതിരിക്കുന്നെങ്കിൽ മനസ്സ് ശുദ്ധമായിട്ടിരിക്കണം, അത് ശക്തമാവുകയും വേണം. അപ്പോ എനിക്ക് എന്താ വേണ്ടത്? ആ ഒരു ഇച്ഛാശക്തി വേണം. അത് തന്നെയാണ് ഇവിടെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഭഗവാൻ എന്നെ അനുഗ്രഹിച്ച് എത്രത്തോളം ആരോഗ്യം എനിക്ക് ഉണ്ടായാൽ എനിക്ക് ഭഗവാന്റെ ഉപാസനയെ നന്നായിട്ട് ചെയ്യുവാൻ സാധിക്കും, അത് തന്ന് അനുഗ്രഹിക്കണമേ എന്നാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു. നമസ്തേ.